ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. കൂടെ തന്നെ നമ്മളൊരു ചെറിയ ടിപ്പ് ചെയ്ത് നോക്കിയതിൻ്റെ എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഫുള്ളായിട്ട് തന്നെ ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/4 കപ്പ് അളവിൽ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന അരി തന്നെയാണ്. ഇതിലേക്ക് 1/2 കപ്പിലും കുറച്ച് കുറവായിട്ട് ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഈ ഒരു വെള്ളത്തിൽ തന്നെ ഉണ്ടോ നമ്മൾ അരച്ചെടുക്കുന്നത്. രാവിലെ ചെയ്തെടുക്കാനാണെങ്കിൽ നമ്മൾ രാത്രി തന്നെ കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് രാവിലെ മിക്സിയുടെ ജാറിലേക്ക് ഈ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഉഴുന്നും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് അവിലാണ് കേട്ടോ. അവിലില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ ചോറ് എടുത്താൽ മതി കേട്ടോ. 1/2 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങയാണ് കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുക്കണം, എങ്കിലേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നേരത്തെ കുതിർത്തെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഇതൊരു മുങ്ങുന്ന ആ ഒരു പരുവത്തിൽ വെള്ളമാക്കിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പോലെ അരച്ചെടുത്തതിന് ശേഷം മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ല ബെറ്റർ. നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ കൈ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്നൊന്ന് മിക്സായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് ദോശ വേണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാവിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നല്ല കട്ടിക്കാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു കട്ടിയിൽ മാവ് ചെയ്തെടുത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് ചെറിയൊരു താളിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടോ. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിച്ചതും അതുപോലെ ചെറിയ ജീരകവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സവാളയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് കറീൻ്റെ ആവശ്യമല്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കറി ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ പാനിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അതിനു മുമ്പായിട്ട് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഇരുമ്പ് പാനിൽ ഒന്നും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂൺ ഉപ്പ് വിതറിയിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ട് എടുത്തതിന് ശേഷം കഴുകി കളയുക. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ തടവിയിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ ഒട്ടി പിടിക്കില്ല എന്നുള്ളത്. ഞാനങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഒട്ടി പിടിക്കാതെ തന്നെ കിട്ടി. പക്ഷേ നമ്മൾ എപ്പോൾ ചുട്ടെടുക്കുകയാണെങ്കിലും കുറച്ച് എണ്ണ തടവിന് ശേഷം മാത്രമേ നമ്മൾ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതൊരു ഡീമെറിറ്റ് തന്നെയാണ് കേട്ടോ. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം അതിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ആ പാൻ ഒന്ന് തണുപ്പിച്ചിട്ട് പിന്നെ കഴുകി കളഞ്ഞിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിൽ ഒറ്റ തവണ പോലും നമുക്ക് ഓയിലൊന്നും ബ്രഷ് ചെയ്യാതെ തന്നെ ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ആ മെത്തേഡാണ് എനിക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല ചൂടായ പാനിലേക്ക് നമ്മളെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് 1 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ദോശ ഇവിടെ റെഡിയായി കിട്ടും. കുട്ടികൾക്കൊക്കെ കറിയില്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടി ഒരുപാട് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.